അതെ, ആ ഊളം മെമ്പറാണ്. എടാ ഊളനെ പോലെ ഇരിക്കുന്ന മെമ്പറൊന്നും അല്ല. ആ ഊളം കുന്നിലെ മെമ്പർ. ആ പൈസയോ കടം മേടിച്ചത്? നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. എന്നോടാ ഇവന്റേക്ക് ഒരു കളി. മെമ്പറേ മെമ്പറേ മെമ്പറേ, അയ്യോ നിക്കണം ഇപ്പൊ കണ്ടാ നിങ്ങൾ വല്ല അറിഞ്ഞാ? ഇല്ല. ആകെ മൊത്തം ലീക്കായി. നാട്ടുകാർ മൊത്തം കണ്ട ആകെ നാണക്കേട്. കാരണം സഹിക്കാൻ നടക്കാനും പറ്റുന്നില്ലെന്ന്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞെ രാവിലെ ഈ മൊബൈൽ എടുത്ത് വെച്ച് കളിച്ചായിരുന്നു. അങ്ങനെ ലീക്കായതായിരിക്കും. അയ്യോ, എന്റെ തല വല്ല അതിനകത്തുണ്ടോടാ? നിങ്ങളുടെ മൊബൈൽ ലീക്കായല്ല പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സ്ഥാപിച്ച ഒരു വാട്ടർ ടാങ്ക് ഇല്ലയോ, പണ്ടാരടങ്ങ് അത് ലീക്കായെന്ന്. എടാ നീ അതിനൊരു സ്നാഗി മേടിച്ചോട്. നിങ്ങളെന്തോ എന്നെ കളിയാക്കുവാണോ? നിന്നെ കളിയാക്കിയതല്ല, പിന്നെ നീ അതിന്റെ മുമ്പിൽ കൂടെ അല്ലയോടാ തേങ്ങാപ്പാര തേങ്ങാപ്പാരല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. ഓ അങ്ങനെ. നിനക്കത് കുടിച്ചു പറ്റിച്ചൂടായിരുന്നു? അയ്യോ, ഞാൻ കുടിച്ച് പറ്റിക്കുന്നതിനേക്കാളും നല്ലതേ നിങ്ങൾ കുടിച്ച് പറ്റിക്കുന്നതാ. ഈ വയറങ്ങാണോ ഒന്ന് വീർത്താലേ ബാക്കിൽ ഞാനൊരു ടാപ്പും വെച്ച് തരാം. എടാ ബാക്ക് ടാപ്പ് വെക്കാൻ നീ എന്തോ പ്ലംബർ വല്ലോ? മെമ്പറെ, നിങ്ങൾ എന്നെ കളിയാക്കരുത്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? പിന്നെ നീ വിളിക്കുമ്പോഴേ ഇറങ്ങി വരാൻ ഞാനെന്തോ കെട്ടുപ്രായം തകഞ്ഞിരിക്കുന്ന പെണ്ണുമല്ലോ. ഓ എന്റെ മെമ്പറെ, അവരെങ്ങാണോ ഇങ്ങോട്ട് വന്നാ ഈ നെഞ്ചത്ത് കയറി പൊങ്കാലയിടും മനുഷ്യ. നീ ഇങ്ങോട്ട് നോക്കിയാണ് 3 നെല്ലിക്ക വെക്കാൻ സ്ഥലമില്ല, പിന്നെ ഇയാൾ അടുപ്പൂട്ടി ഇതിനകത്ത് പൊങ്കാല ഇടുന്നു. ഇനിയിപ്പോ എന്തോ പറഞ്ഞ് മനസ്സിലാക്കും. ഒരു കാര്യം ചെയ്, അവരിങ്ങോട്ട് വരുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് നൈസായിട്ട് അങ്ങ് സ്കൂട്ട് അയക്കൂ. ആ പരിപാടി മാത്രം എന്നോട് പറയുന്നത്, എനിക്ക് കള്ളം പറയാൻ അറിയത്തില്ല. എന്റെ ദൈവമേ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് തന്നെ ഒരു ലോക കള്ളമല്ലയോ? ഒരു കാര്യം ചെയ്, അതായത് മെമ്പർ പറയാൻ നമ്മുടെ ഈ വാർഡിൽ ഒരു സ്കൂൾ വരുന്നുണ്ട്. അതിന്റെ അപേക്ഷയായി നമ്മൾ നേരെ പാർലമെന്റിൽ പോകുന്നു പറയണം. എവിടെ പോകുന്നു? പാർലമെന്റ്. എടാ ഇത് ഞാൻ കണ്ടിട്ടില്ല, എനിക്കിട്ട് അറിയത്തുമില്ല. എന്റെ ഭഗവാനെ, ഈ നോട്ടേണ്ട കണ്ട, ഈ കാണുന്ന പടവാണ് പാർലമെന്റ്. ചേടാ ഇത്രയും നാള് ഞാൻ വിചാരിച്ച എന്തോന്നറിയാമോ, ഈ നോട്ട് അച്ചടിച്ചാന്റെ വീടാന്നും പറഞ്ഞിരിക്കുക. ഓ ഏച്ചുമേച്ചും അറിയാത്ത നിങ്ങളെയാണല്ലോ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് കുത്തിപ്പൊക്കിയത്. കുത്തിപ്പൊക്കിയോ? ഓ വോട്ട് കുത്തി മേളിലോട്ട് മെമ്പറായിട്ട് വിട്ടെന്ന്. എന്റെ ദൈവം, നിന്റെ കൈ ഇരിക്കുന്നേ? അയ്യോ ഇത് ഞാനിപ്പോ ഉണ്ടാക്കിയ പുതിയ ഭക്ഷണമാണ്. കുഴിമുയൽ തോരൻ. സൂപ്പർ ടേസ്റ്റാ. കൊള്ളാല്ലേ? മെമ്പറിന് അറിയാലോ ഞാനൊരു പാചക ഭ്രാന്തനാണെന്ന്. അങ്ങനെ കണ്ടുപിടിച്ച പുതിയ ഐറ്റോ കുഴിമുയൽ തോരൻ. ആ ഇന്ന് നോക്ക്, നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല. ഇതെന്തോ വന്നിട്ട് എനിക്ക് അറിയത്തുമില്ല. അയ്യോ, ഇതൊക്കെ വടക്കോട്ട് കിട്ടുന്ന സാധനമാ. അവിടെ ഇതിനെ പറയുന്ന പേരാണ് കുഴിമുയൽ. നമ്മുടെ നാട്ടിൽ ഇതിനെ പറയുന്നത് പെരിച്ചാഴി. മെമ്പറെ, എനിക്കൊരു പരാതിയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇത് തിന്നതാണോ പരാതി? അയ്യോ അതല്ല, പിന്നെ കഴിഞ്ഞ ആഴ്ച എന്റെ ഭാര്യ പഞ്ചായത്തിൽ വന്നായിരുന്നു കോഴിയെ വാങ്ങിക്കാൻ. വന്ന അപ്പോഴത്തേക്ക് മെമ്പർ കോഴിക്കും പകരം 4 മുട്ടയാണ് കൊടുത്തു വിട്ടത്. നിന്റെ പെണ്ണുമ്പിള്ള എന്നോട് വന്ന് പറഞ്ഞ എന്തോന്ന് അറിയാമോ? എന്തോന്ന്? എടാ നിനക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ആ വീട്ടിൽ കയറി അടയിരിക്കുവാന്ന്. അങ്ങനെ ഞാൻ 4 മുട്ട കൊടുത്തു വിട്ടെ. നിനക്കൊരു ജോലിയാവും, അവക്ക് 4 കോഴിക്കുഞ്ഞുങ്ങളും ആവും. ഇപ്പൊ മെമ്പറിന് മനസ്സിലായില്ലേ എനിക്ക് ജോലിയൊന്നും ഇല്ലെന്ന്? എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി സംഘടിപ്പിച്ചതാ. നീ ഒരു കാര്യം ചെയ്യ്, നഗരസഭയിൽ നിനക്കൊരു ജോലി ശരിയാക്കി തരുന്നു. മേയറുടെ പോസ്റ്റ് ആണെങ്കിൽ താല്പര്യമില്ല. 4ാം ക്ലാസ് 4 വട്ടം തോറ്റിട്ട് അവന്റെ അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ നോക്കൂ. മെമ്പറെ, ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് 2 അപേക്ഷ തന്നായിരുന്നു. ഒരു കക്കൂസിന്റെയും ഒരു കിണറിന്റെയും. എന്നിട്ട് എന്തായി അതിന്റെ കാര്യം? നിന്നോട് ഞാൻ എന്തോ പറഞ്ഞേ? കുഴി എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് നീ കുഴി എടുത്തോ? കുഴി എടുത്തു. എന്നിട്ട് എന്തോ പറഞ്ഞേ? എന്നിട്ട് എന്തുവായിരുന്നു മെമ്പർ പറഞ്ഞു? എന്തുവായിരുന്നു? എടാ വെള്ളം കണ്ട കിണർ, ഇല്ലെങ്കിൽ കക്കൂസ്. മെമ്പറെ, നിങ്ങൾ നാട്ടെ വീണെടുത്ത് കിടന്ന് ഉരുളരുത്. എടാ ഒരു പൊതുപ്രവർത്തകന്റെ മുഖത്ത് നോക്കി അനാവശ്യം മാത്രം സംസാരിക്കരുത്. അയ്യോ, ഞാൻ എന്തോ അനാവശ്യം പറഞ്ഞു? എടാ നീ അല്ലൂടാ പറഞ്ഞ ഞാൻ വീണയുടെ കൂടെ കിടന്ന് ഉരുളുന്നു. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഈ നാടിന് വേണ്ടി എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എടാ ഞാൻ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ? ഇവിടെ പ്രളയം വന്നില്ലേ? നിങ്ങൾ ഈ വീട് വെച്ചില്ലേ? എടാ ഇവിടെ സുനാമി വന്നില്ലോ? നിങ്ങളിലെ കാർ വാങ്ങിയില്ലേ? എടാ ഇവിടെ കൊറോണ വന്നില്ലോ? നിങ്ങളും ഭാര്യയും കൂടെ നാട് വിട്ട് പോയില്ലേ? എന്റെ ദൈവമേ, ഞാൻ ഇത്രയും നല്ല കാര്യങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി ചെയ്തില്ലോ. എനിക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടോ? അയ്യോ മെമ്പർ വിഷമിക്കണ്ട. നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ചെലവ് വരവ് കണക്കൊക്കെ ഒന്ന് കയ്യിലോട്ട് കിട്ടട്ടെ. എന്നിട്ട് നാട്ടുകാരെല്ലാം കൂടി മെമ്പറെ എന്തോ ചെയ്യുന്നു തമ്പുരാന് പോലും അറിയത്തില്ല. പുഷ്കര,